بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സുഖത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 230 സൂറത്തുൻ നാസാണ് ഇതിലെടുക്കുന്നത്. ഖുൽ ബി റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ് എന്ന് പറയുന്ന സൂറത്ത് മക്കയിൽ അവതരിച്ചതാണ്. ഈ സൂറത്ത് 6 ആയത്തുകൾ മാത്രമേ ഉള്ളൂ. ഈ സൂറത്തിൽ ഇതിൻ്റെ മുമ്പ് പറഞ്ഞ സൂറത്തിലും അള്ളാഹു നമ്മളോട് ആജ്ഞാപിക്കുന്നത്, കൽപ്പിക്കുന്നത് മനുഷ്യൻ എങ്ങനെയാണ് പിശാചിൻ്റെ ഷർറിൽ നിന്നും മറ്റുള്ള ഷർറുകളിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കാവൽ ചോദിക്കുക, അഭയം ചോദിക്കുക എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ നമ്മൾക്ക് ഉത്ബോധനം നൽകുന്നത്. ആയത്തിലേക്ക്, ഈ സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലിക്കിൻ നാസ്, ഇലാഹിൻ നാസ്, من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഖുർആനിലെ നമ്മൾ അൽബഖറ മുതൽക്ക് നാസ് വരെയാണ് ഒരു ഖത്ത്. അൽബഖറ സൂറത്ത് ഫാത്തിഹ മുതൽ അൽബഖറ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് പിന്നെ നാസിൽ അവസാനിക്കുമ്പോൾ ഒരു ഖത്തം തീർന്നു എന്ന് പറയാം. നമ്മളിപ്പോൾ 1-ാം ജുസു മുതൽക്കാണ് ഈ ഗണത്തിൽ എടുത്തിട്ടുള്ളത്. 1-ാം ജുസു എടുക്കാനുള്ള കാരണം, അതിൻ്റെ മുമ്പ് സൂറത്തുകൾ കുറേ എടുത്തിട്ടുണ്ട്. യാസീൻ സൂറത്ത്, താഹ സൂറത്ത്, ഇങ്ങനെ അൽ കഹ്ഫ്, ഇങ്ങനെ കുറേ സൂറത്തുകളെല്ലാം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എടുത്തു പോന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ 230, 1 മുതൽ 230 വീഡിയോ ആയി. ഇപ്പോൾ ഈ വീഡിയോകളെല്ലാം ടെസ്റ്റ് ചെയ്താൽ എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം വളരെ ഒരു വലിയ ഒരു ഇൽമാണ്. ഖുർആനിൻ്റെ ഒറ്റവാക്കർത്ഥവും ഇതും നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞത്, അത് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഏതായിരുന്നാലും അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. ഇതിൻ്റെ ആശയം ഒറ്റവാക്കർത്ഥങ്ങൾ ഞാൻ പറയുന്നത് സാധാരണ പോലെ. ഖുൽ അഊദു ബി റബ്ബിൻ നാസ്. ഖുൽ, നബി പറയുക, അഊദു, ഞാൻ കാവലിനെ ചോദിക്കുന്നു, ബി റബ്ബിൻ നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനോട്. മലിക്കിൻ നാസ്, ജനങ്ങളുടെ, 2-ാമത്തെ ആയത്ത്, മലിക്കിൻ നാസ്, ജനങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹു അല്ലെങ്കിൽ രാജാവായ അള്ളാഹു. ഇലാഹിൻ നാസ്, ജനങ്ങളുടെ ആരാധ്യനായ രക്ഷിതാവ് അല്ലെങ്കിൽ അള്ളാഹു. അപ്പോൾ 3 ആയത്തുകളാണ് ഇപ്പൊ പറഞ്ഞത്. ഇതിലെല്ലാം അന്നാസ് അന്നാസ് എന്ന് മടക്കി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഒരു പ്രത്യേക മതവിഭാഗത്തെ ഉദ്ദേശിച്ചല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ള, മനുഷ്യവർഗത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് മനുഷ്യർ? അഊദു ബി റബ്ബിൻ നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ രക്ഷിതാവിനോട്, ജനങ്ങളുടെ രക്ഷിതാവ്, ജനങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ചു രക്ഷിച്ചു വരുന്ന ആ രക്ഷിതാവിനോടാണ് നമ്മൾ കാവലിനെ ചോദിക്കേണ്ടത്. ജനങ്ങളുടെ രക്ഷിതാവ് മാത്രമല്ല അല്ലാഹു, ഇലാഹുമാണ്, ദൈവവുമാണ്, പിന്നെ രാജാവുമാണ് അല്ലെങ്കിൽ ഉടമസ്ഥനുമാണ്. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അല്ലാഹുവാണ്. അള്ളാഹു സൃഷ്ടിച്ചു പരിപാലിച്ചു എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക. അത് പിന്നെ ഇത് ഇബാദത്തെടുക്കേണ്ടത് ആർക്കാണ്? അള്ളാഹുവിനാണ്. ആ ഇലാഹിനായ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുമ്പോഴാണ് ഇലാഹിന്നാസ് എന്ന് പറഞ്ഞത്. മനുഷ്യരെല്ലാവരും അള്ളാഹുവിനെ ഇബാദത്തെടുക്കണം. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തെടുക്കുമ്പോൾ കാര്യം മാറിപ്പോയി. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തെടുക്കുന്ന എത്രയോ ആളുകളുണ്ട്. ചില ആളുകളൊക്കെ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തെടുക്കുന്ന, അങ്ങനെ ദൈവങ്ങളുണ്ട് അവർക്ക്. ഈ ദൈവങ്ങളൊക്കെ ഒരു പണ്ഡിതൻ അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് 32
320 മില്യൺ എന്ന് പറഞ്ഞാൽ 32 കോടി ദൈവങ്ങളാണ് ഇന്ത്യയിലുള്ളത് എന്നാണ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയും ദൈവങ്ങളുണ്ട്. അതില് കല്ലും മണ്ണും മുള്ളും എല്ലാം പെട്ടു. അതിനെല്ലാം ദൈവങ്ങളാക്കി സങ്കല്പിച്ചുകൊണ്ട് അവർക്ക് ആരാധിക്കുന്നുണ്ട്. അതില് ഒരു കാര്യം ഇല്ല എന്നുള്ള കാര്യം അവർ ചിന്തിക്കണം. ചിന്തിച്ചാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഈ കല്ലിനും മണ്ണിനും മുള്ളിനും ഒക്കെ ഇബാദത്ത് എടുത്തിട്ട് എന്താ ഒരു കാര്യമുള്ളത്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുമോ? ഒന്നും മനസ്സിലാവില്ല. നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിയില്ല, ഉപദ്രവം ചെയ്യാനും കഴിയില്ല. അങ്ങനത്തെ വസ്തുക്കളാണ് അല്ലാത്ത എല്ലാ വസ്തുക്കളും. അപ്പൊ അതിന്റെ വിഭാഗത്തെ എടുത്തിട്ട് എന്താണ് അതിൽ കാര്യമുള്ളത്? ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കി മാറി ചിന്തിക്കാൻ പറയുന്ന പിന്നെ പ്രേരണ നൽകുന്ന ഒരു സൂറത്ത് കൂടിയാണിത്. കാരണം അള്ളാഹുവിലുള്ള തൗഹീദ് ഇല്ലാതെ കണ്ട് മുന്നോട്ട് പോകുന്ന ജനങ്ങൾ മാറി ചിന്തിക്കുവാൻ ഒരു പ്രേരണയാണ് ഈ ആയത്ത് എന്നാ പറയുന്നത്, ഈ സൂറത്ത് അഊദു ബിറബ്ബിന്നാസ്. മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. മനുഷ്യരുടെ രക്ഷിതാവിനോടാണ് അഭയം തേടേണ്ടത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായ മറ്റുള്ള ആർക്കും രക്ഷിക്കാൻ കഴിവില്ല. മനുഷ്യനെ രക്ഷിക്കാൻ കഴിവുള്ളത് അള്ളാഹു ആണ്, ഏകനായ അള്ളാഹു. ആ അള്ളാഹുവിനോടാണ് നമ്മൾ അഭയം തേടേണ്ടത്. മലിക്കിന്നാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ രാജാവ് പിന്നെ മനുഷ്യരെ സംരക്ഷിക്കുവാനും അവരെ രക്ഷിക്കുവാനും കഴിവുള്ള രാജാവ് അള്ളാഹുവാണ്, അല്ലെങ്കിൽ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അപ്പൊ ഇലാഹ് ആരാധ്യനും അള്ളാഹു മാത്രമാണ്. മറ്റുള്ള ഇലാഹുകളൊന്നും ശരിയല്ല എന്നുള്ളതും കൂടി ഇതൊന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ 3 ആയത്തുകൾ ഇവിടെ പറഞ്ഞു. ഇനി 4-ാമത്തെ ആയത്ത്. ഇനി അള്ളാഹുവിനോട് പ്രൊട്ടക്ഷനും ഇതൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തിൽ നിന്നാണ്? നമ്മളുടെ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മൾക്ക് വളരെയധികം പ്രയാസങ്ങളുണ്ട്. ഒരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഉടനെ ദുഃഖം വരുന്ന സന്ദർഭങ്ങളുണ്ട്. അത് ഇങ്ങനെയൊക്കെയുള്ള ഇത് എവിടെ നിന്ന് വരുന്നു ഇത്തരം ആപത്തുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾക്ക് 2-3 കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മൾക്ക് ദുർബോധനങ്ങൾ ഇട്ടുതരുന്ന പല ആളുകളും മനുഷ്യവംശത്തിൽ തന്നെയുണ്ട്, ജിന്നുവംശത്തിലുണ്ട്. പിന്നെ ജിന്നുകളെ നമ്മൾ നോക്കിയാൽ കാണില്ല. കാരണം ജിന്നുകളുടെ അള്ളാഹു സൃഷ്ടിച്ചത്, ജിന്നുകളെ സൃഷ്ടിച്ചത് ആ നിലക്കാണ്. ജിന്നു ശൈത്താനെ സൃഷ്ടിച്ചത് മനുഷ്യന്മാർക്ക് നോക്കിയാൽ അവരെ കാണില്ല. അപ്പോ ആ നിലയിൽ സൃഷ്ടിച്ച ജിന്നുകളെയും മനുഷ്യരെയും മനുഷ്യനെ എപ്പോൾ നോക്കിയാലും കാണും. മനുഷ്യന്റെ അത്ര ശത്രുത, അപകടകരമായ ജിന്നിനേക്കാളും ശൈത്താനിനേക്കാളും അപകടകരമായ നിലപാടാണ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളെ ഇതാണ് എന്ത്, ഈ മനുഷ്യവംശത്തിൽപ്പെട്ട പിശാചുക്കൾ. മനുഷ്യനെ നോക്കിയേ കാണും, ആ പിശാചുക്കളെ നോക്കിയേ കാണും. പക്ഷെ പിശാചാണെന്ന് നമ്മൾക്ക് വേർതിരിച്ച് വിവേചിച്ചറിയാനുള്ള കഴിവില്ലാതെ പോകും. കാരണം മനുഷ്യനെ, ജിന്നുവംശത്തിൽപ്പെട്ട ആളുകളോട് നമ്മൾ അള്ളാഹുവിനോട് പ്രൊട്ടക്ഷൻ തേടുക മാത്രമേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കാവലിനെ ചോദിക്കൽ മാത്രമേ ഉള്ളൂ, അഭയം പ്രാപിക്കൽ മാത്രമേ ഉള്ളൂ ജിന്നുവംശത്തിൽപ്പെട്ടത്. മനുഷ്യവംശത്തിൽപ്പെട്ടത് അതല്ല. അത് ഇവരോട് മാത്രം അങ്ങനെ ഈ ജിന്നുവംശത്തിൽപ്പെട്ടതിനോട് പ്രൊട്ടക്ഷൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ തന്നെ മനുഷ്യവംശത്തിൽപ്പെട്ട ആളുകളാണ് ഏറ്റവും അപകടകാരികളായ പിന്നെ വിഭാഗം എന്നുള്ളതാണ് അള്ളാഹു ഉണർത്തുന്നത്. അപ്പൊ മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, ദുർബോധനം നൽകി മാറി നിൽക്കുന്ന പിശാചുക്കൾ, അവരുടെ ഷർറ് എല്ലായ്പ്പോഴും മനുഷ്യനുണ്ടാവാം. ആ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് നാം കാവലിനെ ചോദിക്കുകയാണ്, പ്രൊട്ടക്ഷൻ ചോദിക്കുകയാണ്. അള്ളാഹു അതിന് തൗഫീഖ് നമുക്ക് നൽകട്ടെ. ആ പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടാവട്ടെ, അള്ളാഹുവിന്റെ കാവൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക.
മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ ഈ ദുർബോധനങ്ങളെല്ലാം മനുഷ്യനിട്ട് തന്നിട്ട് മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് അവൻ നിലയുറപ്പിക്കും. അത് രണ്ട് വിഭാഗം ആളുകളുണ്ട്. അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്ന ആളുകളുണ്ട്, അള്ളാഹുവിനെ ഓർക്കാത്ത ആളുകളുണ്ട്. മനുഷ്യരിൽ തന്നെ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ ശൈത്താൻ കൂടുതൽ സമയം അവനുമായിട്ട് ചിലവഴിക്കില്ല. ശൈത്താൻ അവിടുന്ന് സ്ഥലം വിടും. അള്ളാഹുവിനെ ഓർക്കാത്ത ആളുകൾ മനുഷ്യനുമായിട്ട് എല്ലായ്പ്പോഴും ദുർബോധനം വിട്ടുകൊടുത്തുകൊണ്ട് അവൻ അവിടെ കൂടും. അത് ഈ മനുഷ്യപിശാചുകളാണ് കൂടുതൽ. മനുഷ്യരിലുള്ള ശൈത്താന്മാർ ആണ്. അവരെ നമുക്ക് നോക്കിയേ കാണും, മറ്റവരെ നോക്കിയേ കാണില്ല. ജിന്നുകളും ശൈത്താനും ഉള്ള ആ വർഗത്തെ നമുക്ക് നോക്കിയാൽ കാണില്ല. പക്ഷെ ഇവരെ നമുക്ക് നോക്കിയാൽ കാണും. അവര് നമ്മൾക്ക് ഇട്ടു തരുന്ന കാര്യങ്ങൾ നമ്മൾക്ക് വളരെയധികം ഭംഗിയുള്ള കാര്യങ്ങളാവാ എല്ലാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അതുമായിട്ട് നമ്മൾ ഇണങ്ങിച്ചേരുന്നത് വരെ നമ്മളിൽ നിന്ന് ആ പിശാച് ഒഴിവാവില്ല. അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിവുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടിയവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ പേരിലാണ് കൂട്ടുകെട്ട് നന്നാവണം എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് ഒരു ആയത്ത് തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് പോലും ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിന ശയാത്തീനി വൽ ജിന്നി യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ വലൗ ശാഅ റബ്ബുക മാ ജഅലൂഹു മാ ഫഅലൂഹു ഫദർഹും വമാ യഫ്തറൂൻ. വകദാലിക ഇതേ രീതിയിൽ ജഅൽനാ ലികുല്ലി നബിയ്യിൻ എല്ലാ പ്രവാചകന്മാർക്കും നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അദുവൻ ശത്രുവിനെ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി മനുഷ്യരിലും ജിന്നിലും പെട്ട പിശാചുക്കളെ പ്രവാചകന്മാർക്ക് ശത്രുക്കളാക്കി നിയമിച്ചിട്ടുണ്ട്. യൂഹി ബഅദുഹും ഇലാ ബഅദിൻ അവർ അന്യോന്യം ദുർബോധനം ഉണ്ടാക്കും. സുഹ്റുഫൽ ഖൗലി ഭംഗിവാക്കുകൾ പറഞ്ഞുകൊണ്ട്, ഗുറൂറ കബളിപ്പിക്കാനുമായിട്ട് ഭംഗിവാക്കുകൾ പറയും. എന്നിട്ട് പരസ്പരം ഭംഗിവാക്കുകൾ പറഞ്ഞുകൊണ്ട് കബളിപ്പിക്കുവാൻ വേണ്ടി ഭംഗിവാക്കുകൾ പറഞ്ഞുകൊണ്ട് ദുർബോധനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇട്ടുതരും. വലൗ ശാ റബ്ബുക ഇത് ജിന്നിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ ആണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ മനുഷ്യരിലും ജിന്നിലും പെട്ട പിശാചുക്കളാണ് ഏറ്റവും ഡേഞ്ചറസ് എന്നാണ് ഇവിടെ പറയുന്നത്. ശയാത്തീനൽ ഇൻസി അശദ്ദു ഫത്കം ഖത്തറ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഈ മനുഷ്യ പിശാചുക്കളാണ്. ജിന്നുകളാണെങ്കിൽ അവരെ സംബന്ധിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു, അല്ല കാവലിനെ ചോദിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. മനുഷ്യ പിശാചുകളാണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ അതുമായിട്ട് ഇപ്പോൾ ഈ വിടക്ക് കാര്യങ്ങളുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തിയിട്ട് അതുമായിട്ട് നമ്മൾ ഇണങ്ങിച്ചേർന്ന് ഒഴിവാവാൻ പറ്റാത്തൊരു ഘട്ടം വരുന്നത് വരേക്കും അവർ നമ്മുടെ പിന്നിൽ നിന്ന് പോവില്ല. മനുഷ്യ പിശാചുക്കൾ അതിൽ പെട്ട എന്തൊക്കെ ഉണ്ട്? മദ്യപാനം, മയക്കുമരുന്നിൻ്റെ പ്രയോഗം, വ്യഭിചാരം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെടുന്നവർക്ക് അതിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അപ്പം അവരെ ആ വലയിൽ പെടുത്തിക്കൊണ്ട് മനുഷ്യപിശാചുക്കൾ ആ വലയിൽ പെടുത്തിക്കൊണ്ട് അതുവരേക്കും ഇവരിൽ നിന്ന് ഒഴിവാവില്ല. മറ്റുള്ള ജിന്നോ ചൈത്താനോ ആണെങ്കിൽ അവര് പെട്ടെന്ന് ഒഴിവായി പോകും. ഇങ്ങനെയുള്ള വ്യത്യാസം അതാണ്. മനുഷ്യപിശാചുക്കളാണ് ഏറ്റവും അപകടകാരികൾ എന്ന് പറയുന്നത്. കദാലിക ജഅൽനാകും
ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി യൂഹി ബഅ്ദുഹും ഇലാ ബഅ്ദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറ. അവർക്ക് പരസ്പരം ഭംഗിവാക്കുകൾ പിന്നെ പറഞ്ഞുകൊണ്ട് അതിൽ പെടുത്തി ഇങ്ങനെ ശത്രുക്കളായിട്ട് മനുഷ്യരെയും ജിന്നുകളെയും പെട്ട പിശാചുക്കളെ അള്ളാഹു നിയമിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ പ്രവാചകന്മാർക്ക് പോലും. വലോശാ റബ്ബുക, എന്നാൽ പടച്ചവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മാ ഫഅലൂഹു, ഇതവർ പ്രവർത്തിക്കുമായിരുന്നില്ല. ഫദർഹും ആയതുകൊണ്ട് അവരെ ഒഴിവാക്കുക. ഉമായഫ്തറൂൻ, അവര് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യങ്ങളെയും ഒഴിവാക്കിയെന്ന് റസൂലിനോട് അല്ലാഹു തആല പറയാം. അപ്പോൾ മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, അള്ളാഹു അഭയം തേടുവാനും പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുവാനും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം എന്താണ്? എന്തിൽ നിന്നാണ്? മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, ദുർബോധനം നടത്തുന്ന പിശാചുക്കളിൽ നിന്ന്, ഷെറിൽ നിന്ന്, പിശാചിന്റെ ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കുക. അൽ ഖന്നാസി എന്ന് പറഞ്ഞാൽ പിന്മാറിക്കളയുന്ന പിശാചുക്കൾ. ഇത് നേരത്തെ പറഞ്ഞ ഈ പിശാചുക്കളാണ്. ജിന്നാവട്ടെ, മനുഷ്യനാവട്ടെ, ജിന്നാവട്ടെ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുന്ന ഒരാളിൽ പിശാച് അധിക സമയം ഉണ്ടാവില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുന്ന ദുർബോധനം ഇവരുടെ ദുർബോധനം ഏതൊരു മനുഷ്യനും കിട്ടിക്കഴിഞ്ഞാൽ, ഹൃദയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ, പിശാജ് ആ അള്ളാഹുവിനെ പറ്റി ഓർക്കുന്ന മനുഷ്യനാണെങ്കിൽ പിശാജ് അവിടുന്ന് മാറിക്കളയും, പിന്മാറുക. അങ്ങനെ പിന്മാറിപ്പോകുന്ന പിശാജിനെ സംബന്ധിച്ചാണ് ഖന്നാസ് എന്ന് പറയുന്നത്. യുവസ്വിസു മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, ദുർബോധനം നടത്തുന്ന പിശാജ്, മാറിക്കളയുന്ന പിശാജ്. മാറിക്കളയുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളിൽ നിന്ന് മാറിപ്പോകും. അള്ളാഹുവിനെ ഓർക്കാത്ത ആളുകളാണെങ്കിലോ അവൻ അവിടെ നിലയുറപ്പിക്കും. പിന്നെ അവന്റെ ഷെറ് കൂടി വരും. അല്ലത് ഈ യുവസ്വിസു, ഈ ഇത്തരം പിശാജ്, ഈ മാറിക്കളയുന്ന പിന്മാറിക്കളയുന്ന പിശാജ് എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ദുർബോധനം ഹൃദയത്തിൽ ഇട്ടു തരുന്ന പിശാജ്, അവൻ ഒരു വിശേഷണം കൂടി പറയുന്നുണ്ട്. അല്ലത് ഈ യുവസ്വിസു, അവൻ ദുർബോധനം നൽകും, ഇട്ടുതരും ഫി സുദൂരിന്നാസി, മനുഷ്യരുടെ ഹൃദയത്തിൽ. മനുഷ്യരുടെ ഹൃദയത്തിൽ അവൻ ദുർബോധനം ഇട്ടുതരും. ഇത് ആരിൽ നിന്നുള്ള, എവിടെ നിന്നുള്ള പിശാചുക്കളാണ് ഇവര്? പിശാച് എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നിൽപ്പെട്ടയും മനുഷ്യരിൽപ്പെട്ടയുമായ പിശാചുക്കളാണ്. അപ്പൊ ജിന്നിലും മനുഷ്യരിലും പെട്ട പിശാചുക്കള് നമ്മളെ പഴപ്പിക്കാൻ വേണ്ടി ദുർബോധനം എല്ലാം ഇട്ടുതരും. ഈ ദുർബോധനത്തിൽ നമ്മളുടെ ആകെ ഹൈറാനിയത്താവും. അത് സംബന്ധിച്ച് വ്യക്തതയില്ലാത്ത ആളുകളാണല്ലോ. ഈ ദുർബോധനത്തിൽ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു പോകും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ആ സമയത്ത് മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതിനു വേണ്ടി കാവലിനെ ചോദിക്കണം. അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ 2 ആയത്തുകളും മനുഷ്യവംശത്തിന് ഉത്ബോധനമായി നൽകിയിട്ടുള്ളത്. അത് ഉത്ബോധിപ്പിക്കുവാനാണ് റസൂലിനോട് പറയുന്നത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ആ സൂറത്തിൽ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ട ഒരു ഐറ്റമാണ് സിഹർ കൊണ്ട് നമുക്ക് വിഷമങ്ങൾ വരാം, അതിനെ തൊട്ടൊന്ന് കാവലിന് ചോദിക്കാനുള്ളതിനോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ അള്ളാഹുവിനെ പറ്റി ഓർക്കുന്ന ആളുകൾക്ക് വളരെയധികം ഗുണം അവിടെ ലഭിക്കും. പിശാചിന്റെ ഒന്നും ഏൽക്കില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം പിശാചിനെ പറ്റി ചിന്തിക്കുന്ന സമയങ്ങൾ, ഒരു മൂമിനാണെങ്കിൽ ചിന്തിക്കുന്ന സമയങ്ങൾ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഈ വേളയിലെല്ലാം അള്ളാഹുവിന് ഇബാദത്താണ്. അത് അള്ളാഹുവിനെ ഓർക്കുന്ന സന്ദർഭങ്ങളാണ്.
ഇതല്ലാത്ത സന്ദർഭങ്ങളിൽ ഓർക്കാൻ വേണ്ടി അള്ളാഹു പല ദിക്റുകളും പിന്നെ ദ്വാകളും നമുക്ക് സുന്നത്താക്കി നിശ്ചയിച്ചിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ടതാണ് നമ്മൾ വാഹനം കയറുമ്പോൾ ചെല്ലാനുള്ള ഇത് അള്ളാഹുവിന് ഓർക്കുക. അവിടെ നമ്മൾ ഒരു വീട്ടിൽ കയറുമ്പോൾ ചെല്ലാനുള്ളത് ദിക്റുകളും ദ്വാകളും ഉണ്ട്. പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചെല്ലാൻ പിന്നെ ദിക്ർ ദ്വാകളുണ്ട്. ഇങ്ങനെ എല്ലാ സമയത്തും ചെല്ലാനുള്ള ദിക്ർ ദ്വാകളുണ്ട്. അതിൽപ്പെട്ട ഉദാഹരണം വേറെ ഈ ബാത്റൂമിൽ കിടക്കുമ്പോൾ ചെല്ലാനുള്ള ദ്വായുണ്ട്, ബാത്റൂമിൽ പുറത്തു വരുമ്പോൾ ചെല്ലാനുള്ളതുണ്ട്, അവിടെ ശുചീകരണം നടന്നു കഴിഞ്ഞാൽ ശുചീകരിച്ചതിന് ശേഷം ചെല്ലാനുള്ള ദ്വായുണ്ട്. ഇതെല്ലാം അള്ളാഹു നിശ്ചയിച്ച ദ്വാകളാണ്. ഇപ്പൊ ബാത്റൂമിൽ കിടന്നാൽ അവിടെ എന്താ ശരിയായിത്താനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചില യുക്തിവാദികളുടെ ചില പറച്ചിലുണ്ട്. അതൊന്നും അവിടെയൊക്കെ അള്ളാഹുവിനെ ഓർക്കലാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുടെ അടുത്ത് പിശാച് വല്ലാതെ വില പോകില്ല. ഇതാണ് അവിടെ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ തത്വം. അല്ലാതെ അതിൽ യുക്തി ഉപയോഗിച്ചിട്ട് അവിടെ ഉണ്ട് ഷെയ്ത്താനെ കാണുന്നുണ്ട് അവിടെ ഈ കക്കൂസിൽ അടക്കുമ്പോൾ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ആ പറയുന്നതിലൊന്നും അർത്ഥമില്ല. അവിടെ എന്താണ് അതിൻ്റെ തത്വം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഇത് ജിന്നിലും ഷെയ്ത്താനിലും പെട്ട ഈ പിന്നെ ദുർബോധനം നടത്തുന്ന ശക്തികളെ അവരിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുവാൻ വേണ്ടി നമ്മൾ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഈ 2 സൂറത്തുകളുടെ തത്വം. ഈ 2 സൂറത്തുകളും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ പോകുമ്പോൾ ഇത് ഓതി കയ്യിൽ ഊതി ആ കൈ കൊണ്ട് ശരീരം മാസകലം തടവുന്ന ഒരു നിലപാട് റസൂലിനുണ്ടായിരുന്നു. ഇത് 3 പ്രാവശ്യം ചെയ്യാറുണ്ട് റസൂൽ എന്ന ഒരു ഹദീസിലുള്ളത്. അപ്പോൾ ആ ഒരു തത്വം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 3 പ്രാവശ്യം ഈ 3 സൂറത്തുകളും ഓതിയിട്ട് കയ്യിൽ ഊതി ആ 2 കൈ കൊണ്ട് പിന്നെ ശരീരം മാസകലം, മുഖവും തലയും ഉൾപ്പെടെ ശരീരം കഴിയുന്നത്ര സ്ഥലങ്ങളെല്ലാം തടവുക. അങ്ങനെ തടവാറുണ്ടായിരുന്നു റസൂൽ എന്നാണ് ഇതിൻ്റെ ഈ ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഞാൻ വായിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഇദാ ആവാ ഇലാ ഫിറാശിഹി, ഉറങ്ങാൻ പോകുമ്പോൾ, ജമഅ കഫൈഹി വനഫസ ബിഹിമാ വഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് വൽമുഅവ്വിദത്തൈൻ, 2 കൈയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, മുഅവ്വിദത്തൈൻ എന്ന് പറഞ്ഞത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഇഖ്ലാസ് സൂറത്ത്. ഇത് 3 ഓതിയിട്ട് സുമ്മ മസഹ ബിഹിമാ മസ്തതാ മിൻ ജസദി, ശരീരത്തിൽ കഴിയുന്നത്ര സ്ഥലങ്ങൾ റസൂൽ തടവുമായിരുന്നു. യബ്ദഉ ബിറഅസിഹി വവജ്ഹിഹി വമാ അഖ്ബല മിൻ ജസദി. ഇത് റസൂൽ ചെയ്യൽ 3 പ്രാവശ്യം ചെയ്യുമായിരുന്നു ഉറങ്ങാൻ സമയത്ത് എന്നാണ് ഈ ഹദീസിലുള്ളത്. അപ്പം ഇത് നമ്മൾക്ക് ഇതും പ്രായോഗികമാക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. സബ്സ്ക്രിപ്ഷൻ കൂടുതൽ വരുന്നില്ല ഇവിടെ. പുതിയ ആളുകളില്ലാത്തത് കൊണ്ടാണോ എന്ന് സംശയിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് കഴിയുന്ന ഒരു 4-5 ആളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ, ഈ സൂറത്തുകളൊക്കെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമാണ്. നമുക്കെല്ലാവർക്കും വളരെ ഗുണമുള്ള കാര്യമാണ്. ഇത് മറ്റൊരാളും കൂടി ഇത് കേൾക്കാൻ ഇടവരിക, പഠിക്കാൻ ഇടവരിക എന്ന് പറഞ്ഞാൽ വലിയ ഗുണമുള്ള കാര്യമാണ്. അള്ളാഹു അതെല്ലാം കരസ്ഥമാക്കുന്നവരും നമ്മെ ഏവരെയും അള്ളാഹു പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.